നമസ്കാരം. ന്യൂസ് ക്യാപ്സിൽ തുടങ്ങുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വളരെ വേഗം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. വൈകാതെ പോറ്റിയെ ശബരിമല, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയും തുടരുകയാണ്. കേസിലെ പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ വൈകാതെ ചോദ്യം ചെയ്യും. സംസ്ഥാനത്ത് നാശം വിതച്ച് മഴ അതിശക്തമായി തുടരുന്നു. സംസ്ഥാനത്തെ കാസർഗോഡ്, കണ്ണൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി കണ്ടെത്തി. പാലാറിലുണ്ടായത് കൂടാതെ ശൂലപ്പാറയിലും പുഷ്പകണ്ഡത്തും ഉരുൾപൊട്ടി. ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിതല അവലോകന യോഗം ചേരും. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യോഗം. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റതിൽ 2 ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റി. വടകര, പേരാമ്പ്ര ഡിവൈഎസ്പിമാരെയാണ് സ്ഥലം മാറ്റിയത്. പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാറിനെ കോഴിക്കോട് സിറ്റി ക്രൈംബ്രാഞ്ച് എസിപിയായും വടകര ഡിവൈഎസ്പി എൻ ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എസിപിയായുമായാണ് സ്ഥലം മാറ്റിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരരംഗത്തുള്ള സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പ്രതിഷേധം കടുപ്പിക്കുന്നു. ഇന്ന് OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. ജൂനിയർ ഡോക്ടർമാരും PG ഡോക്ടർമാരും മാത്രമേ OPയിൽ ഉണ്ടാവുകയുള്ളൂ എന്നും അത്യാവശ്യ ചികിത്സ ആവശ്യമുള്ളവർ മാത്രമേ മെഡിക്കൽ കോളേജുകളിൽ എത്താവൂ എന്നും KGMCTA ഭാരവാഹികൾ അറിയിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും കബാലി ഇറങ്ങി. മതപ്പാടുള്ള ആന റോഡിൽ നിൽക്കുന്നത് മൂലം ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. ആനക്കയം ഭാഗത്താണ് കബാലിയുള്ളത്. ആനയെ കാടുകയറ്റാൻ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് ശ്രമിക്കുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രതി ഹോസ്റ്റലിൽ എത്തിയത് മോഷ്ടിക്കാനാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് SDPI CPM സംഘർഷം. SDPIയുടെ ആംബുലൻസിന്റെ ചില്ല് DYFI തകർത്തു. ഇതിന് പിന്നാലെ DYFIയുടെ ആംബുലൻസ് കത്തിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഘർഷത്തിന് തുടക്കം. CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ SDPI പ്രവർത്തകർ ആക്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ദീപാവലി ആഘോഷ നിറവിൽ രാജ്യം. പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും ഉത്തരേന്ത്യക്കാർ ദീപാവലി ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ആശംസകൾ നേർന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലെ പോര് തുടരുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെ ചില മണ്ഡലങ്ങളിൽ മത്സരത്തിൽ നിന്ന് പിന്മാറാതെ കക്ഷികൾ നേർക്കുനേർ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനവും സീറ്റ് വിഭജനവുമായും ബന്ധപ്പെട്ട് NDAയിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയില്ല. Under-20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം മൊറോക്കോയ്ക്ക്. ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയാണ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോ വിജയിച്ചത്. മൊറോക്കോയ്ക്ക് വേണ്ടി യാസിർ സാബരി ഇരട്ട ഗോളുകൾ നേടി.